ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അതിനോ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഫെബ്രുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് വൺ, നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ. ഓർത്തുവയ്ക്കുക, നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഒഡീഷ. ഈ ഒരു ലിസ്റ്റിൽ കേരളത്തിൻ്റെ സ്ഥാനം 15 ഓർത്തുവയ്ക്കുക. ഓക്കെ, നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഒഡീഷ. ഈ ഒരു ലിസ്റ്റിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 15 ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? സുനിത വില്യംസ് ആണ്. ഓർത്തുവയ്ക്കുക, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. 9 ബഹിരാകാശ നടത്തത്തിലൂടെ 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത വില്യംസ് കരസ്ഥമാക്കിയത്. ഓർത്തുവയ്ക്കുക, 9 ബഹിരാകാശ നടത്തങ്ങളിലൂടെ സുനിത വില്യംസ് ആകെ 62 മണിക്കൂറും 6 മിനിറ്റുമാണ് ബഹിരാകാശത്ത് കൂടി നടന്നിട്ടുള്ളതെന്ന് ഓർത്തുവയ്ക്കുക. ഇതിനു മുൻപ് പെഗ്ഗി വിൽസൻ്റെ റെക്കോർഡാണ് സുനിത വില്യംസ് തകർത്തത്. ഓക്കെ, ഓർത്തുവയ്ക്കുക, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. ആകെ 9 ബഹിരാകാശ നടത്തങ്ങളിലായി 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത വില്യംസ് നടന്നിട്ടുള്ളതെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ശുഭാംശു ശുക്ല. ഓർത്തുവയ്ക്കുക, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ് ശുഭാംശു ശുക്ല. ഓർത്തുവയ്ക്കുക, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ്. നെക്സ്റ്റ്, ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ബഹ്റൈൻ മെഡൽ ഓഫ് എഫിഷ്യൻസി നേടിയ പ്രമുഖ മലയാളി പ്രവാസി വ്യവസായി ആരാണ്? ബി രവി പിള്ള. ഓർത്തുവയ്ക്കുക, ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ബഹ്റൈൻ മെഡൽ ഓഫ് എഫിഷ്യൻസി നേടിയ പ്രമുഖ മലയാളി പ്രവാസി വ്യവസായിയാണ് ബി രവി പിള്ള. അദ്ദേഹത്തിൻ്റെ ആത്മകഥ അടുത്തിടെ പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആത്മകഥയുടെ പേരാണ് രവിയുഗം. ഓർത്തുവയ്ക്കുക, ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ബഹ്റൈൻ മെഡൽ ഓഫ് എഫിഷ്യൻസി നേടിയ പ്രമുഖ മലയാളി പ്രവാസി വ്യവസായിയാണ് ബി രവി പിള്ള. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? രവിയുഗം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ബിയോൺസെ. അമേരിക്കൻ പോപ്പ് ഗായികയായിട്ടുള്ള ബിയോൺസെയാണ് ഈ ഒരു റെക്കോർഡിന് അർഹയായത്. ഓർത്തുവയ്ക്കുക, 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് അമേരിക്കൻ പോപ്പ് താരമായ ബിയോൺസെയാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലെ രേവയിലാണ്. ഓർത്തുവയ്ക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ രേവയിലാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഓർത്തുവയ്ക്കുക, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ഏതാണ്? ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റിയാണ്. ഈ ഒരു യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓർത്തുവയ്ക്കുക, ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. നെക്സ്റ്റ്, എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം ഏതാണ്? നേപ്പാൾ. ഓർത്തുവയ്ക്കുക, എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യമാണ് നേപ്പാൾ. നെക്സ്റ്റ്, അടുത്തിടെ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തെയാണ്? ജോർജിയയാണ്. ഓർത്തുവയ്ക്കുക, അടുത്തിടെ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ജോർജിയ. നെക്സ്റ്റ്, ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ്? വി നാരായണൻ. ഓർത്തുവയ്ക്കുക, ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് വി നാരായണൻ. നെക്സ്റ്റ്, ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ജമ്മു കാശ്മീർ ആരംഭിച്ച പദ്ധതി
ട്രീ ആധാർ ഓർത്തുവയ്ക്കുക. ചീനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ജമ്മു കാശ്മീർ ആരംഭിച്ച പദ്ധതിയാണ് ട്രീ ആധാർ. നെക്സ്റ്റ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതി. എന്താണ് പദ്ധതിയുടെ പേര്? ഒപ്പം. ഓർത്തുവയ്ക്കുക. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും പഠനത്തിൽ മികവ് പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച പദ്ധതിയാണ് ഒപ്പം. നെക്സ്റ്റ്, കെ രാമമൂർത്തി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? കെ മുരളീധരനാണ്. കെ രാമമൂർത്തി പുരസ്കാരത്തിന് അർഹനായത് കെ മുരളീധരൻ. നെക്സ്റ്റ്, തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡിന് അർഹയായത് ആരാണ്? കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. ഓർത്തുവയ്ക്കുക. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡിന് അർഹയായത് കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റുകൾ, എത്ര ബജറ്റുകളാണ്? 8 ബജറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡിന് അർഹയായത് കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമനാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? പാരീസിലാണ്. ഫ്രാൻസിലെ പാരീസാണ് 2025 അന്താരാഷ്ട്ര ഉച്ചകോടിയുടെ വേദി. നെക്സ്റ്റ്, ടാറ്റ സ്റ്റീൽ ചെസ്സിൽ കിരീടം നേടിയത് ആരാണ്? പ്രജ്ഞാനന്ദ. ഓർത്തുവയ്ക്കുക. ടാറ്റ സ്റ്റീൽ ചെസ്സിൽ കിരീടം നേടിയത് ആർ പ്രജ്ഞാനന്ദ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹയായത് ആരാണ്? കോഴിക്കോടുകാരിയായ ചൈത്ര അനൂപാണ്. ഓർത്തുവയ്ക്കുക. യൂറോപ്യൻ യൂണിയൻ ശാസ്ത്ര ഗവേഷണത്തിലും പരിശീലനത്തിലും തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ 1.3 കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പിന് അർഹയായത് ആരാണ്? കോഴിക്കോട് സ്വദേശിയായ ചൈത്ര അനൂപാണെന്ന് ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, പൊതുജനങ്ങൾക്ക് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്ന റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? സ്വാറെയിൽ സൂപ്പർ ആപ്പ്. ഓർത്തുവയ്ക്കുക. പൊതുജനങ്ങൾക്ക് റെയിൽവേയുടെ എല്ലാ സേവനങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ ആപ്പാണ് സ്വാറെയിൽ സൂപ്പർ ആപ്പ്. നെക്സ്റ്റ്, 2023 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ എസ് സോമനാഥാണ്. ഓർത്തുവയ്ക്കുക. ISROയുടെ മുൻ ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത്. നെക്സ്റ്റ്, അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യ. ഓർത്തുവയ്ക്കുക. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് തോൽപ്പിച്ചത്. 9 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. ഓർത്തുവയ്ക്കുക. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണെന്ന് ഓർക്കുക. അതോടൊപ്പം ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിനാണ് തോൽപ്പിച്ചതെന്നും ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിത ആരാണ്? ജോഷിത. വയനാടുകാരിയായ ജോഷിതയാണ് ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിത. ഓക്കെ. അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 9 വിക്കറ്റിനാണ് തോൽപ്പിച്ചത്. അതുപോലെ ക്രിക്കറ്റ് ലോകകപ്പ് നേടുന്ന ആദ്യ മലയാളി വനിതയാണ് വയനാട്ടുകാരിയായ ജോഷിത എന്നും ഓർക്കുക. നെക്സ്റ്റ്, ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരം എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഓർത്തുവയ്ക്കുക. ഏകദിന ക്രിക്കറ്റിൽ വേഗത്തിൽ 14,000 റൺസ് തികയ്ക്കുന്ന താരം എന്ന റെക്കോർഡിന് അർഹനായത് വിരാട് കോഹ്ലി. നെക്സ്റ്റ്, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ആ പദ്ധതി സമുദ്രയാൻ. ഓർത്തുവയ്ക്കുക. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. നെക്സ്റ്റ്, എൻ രാമചന്ദ്രൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഷബാന ആസ്മി. ഓർത്തുവയ്ക്കുക. എൻ രാമചന്ദ്രൻ പുരസ്കാരത്തിന് അർഹയായത് ഷബാന ആസ്മി എന്ന വ്യക്തിയാണ്. നെക്സ്റ്റ്, നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കഥക് കലാകാരൻ ആരാണ്? പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. ഓർത്തുവയ്ക്കുക. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കഥക് കലാകാരനാണ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി.
നെക്സ്റ്റ്, ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിൽ എത്തുന്ന ആദ്യ പ്ലെയർ ആരാണ്? ദക്ഷിണാഫ്രിക്കയുടെ മാത്യു ബ്രീഡ്സ്കെ ആണ്. ഓർത്തുവയ്ക്കുക, ഏകദിന ക്രിക്കറ്റിലെ അരങ്ങേറ്റ മത്സരത്തിൽ 150 റൺസിൽ എത്തുന്ന ആദ്യ പ്ലെയറാണ് ദക്ഷിണാഫ്രിക്കൻ താരമായ മാത്യു ബ്രീഡ്സ്കെ. നെക്സ്റ്റ്, സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ വ്യക്തി ആരാണ്? കെ ജയകുമാർ. ഓർത്തുവയ്ക്കുക, മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ വ്യക്തി കെ ജയകുമാർ. സ്വാതി അയ്യപ്പ പണിക്കർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ വ്യക്തിയാണ് കെ ജയകുമാർ എന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനമായ ഫോർട്ട് വില്യത്തിൻ്റെ പുതിയ പേര് എന്താണ്? വിജയ് ദുർഗ്. ഓർത്തുവയ്ക്കുക, കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനമായ ഫോർട്ട് വില്യത്തിൻ്റെ പുതിയ പേരാണ് വിജയ് ദുർഗ്. ഓർത്തുവയ്ക്കുക, കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനം ഏതാണ്? ഫോർട്ട് വില്യമാണ്. ആ ഒരു ഫോർട്ട് വില്യത്തിന് പുതിയ പേര് നാമകരണം ചെയ്തു. എന്തായിരുന്നു? വിജയ് ദുർഗ് എന്നാണ് പേര്. ഓർത്തുവയ്ക്കുക. അപ്പോൾ കരസേനയുടെ കിഴക്കൻ മേഖലയുടെ ആസ്ഥാനം ഇനി മുതൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? വിജയ് ദുർഗ്. ഓർത്തുവയ്ക്കുക, മറന്നുപോകരുത്. നെക്സ്റ്റ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമം ഓവർസീസ് മൊബിലിറ്റി. ഓർത്തുവയ്ക്കുക, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമാണ് ഓവർസീസ് മൊബിലിറ്റി. നെക്സ്റ്റ്, വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് അഥവാ ഇപ്ക. ഓർത്തുവയ്ക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി, പ്യൂമ, ജാഗ്വാർ, ചീറ്റ എന്നീ 7 വലിയ പൂച്ചവർഗത്തിൽപ്പെട്ട മൃഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് നിലവിൽ വന്ന അന്താരാഷ്ട്ര സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ് അഥവാ ഇപ്ക എന്നുകൂടി ഓർക്കുക. നെക്സ്റ്റ്, 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരമാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഓർത്തുവയ്ക്കുക, 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊല്ലം. നെക്സ്റ്റ്, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? പെരുമ്പടപ്പ്. ഓർത്തുവയ്ക്കുക, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പാണ്, മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. 2023-24 സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊല്ലം, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ്, മികച്ച ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ, മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം, മികച്ച നഗരസഭ ഗുരുവായൂർ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കലാനിധി അക്ഷരരത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? PV ചന്ദ്രൻ. കലാനിധി അക്ഷരരത്ന പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് PV ചന്ദ്രൻ. നെക്സ്റ്റ്, ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരാണ്? പങ്കജ് അദ്വാനി. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് പങ്കജ് അദ്വാനി. നെക്സ്റ്റ്, പൂർണ്ണ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ചലച്ചിത്ര ഗായികയായ KS ചിത്രയാണ്. ഓർത്തുവയ്ക്കുക, പൂർണ്ണ പുരസ്കാരത്തിന് അർഹയായത് ചലച്ചിത്ര ഗായികയായ KS ചിത്ര. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ഓർത്തുവയ്ക്കുക, ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി മുതൽ ചവറ വരെയാണ് ആദ്യഘട്ട ഖനനം നടക്കുന്നത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കടൽ മണൽ ഖനനം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്, തങ്കശ്ശേരി മുതൽ ചവറ വരെയാണെന്ന് ഓർത്തുവയ്ക്കാം. നെക്സ്റ്റ്, ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലെയും അതായത് ടെസ്റ്റ്, ഏകദിനം, T20 എന്നീ 3 ഫോർമാറ്റിലെയും അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഹർഷിത് റാണ. ഓർത്തുവയ്ക്കുക, ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലെയും അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഹർഷിത് റാണ. അതായത് ടെസ്റ്റ്, ഏകദിനം, T20 എന്നീ 3 ഫോർമാറ്റിലെയും അരങ്ങേറ്റത്തിൽ 3 വീതം വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഹർഷിത് റാണ എന്ന് ഓർക്കുക. നെക്സ്റ്റ്, അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മൈക്കിൾ മാർട്ടിൻ. ഓർത്തുവയ്ക്കുക, അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മൈക്കിൾ മാർട്ടിൻ. നെക്സ്റ്റ്, ശ്രീ പാർവതി ശ്രീരത്ന പുരസ്കാരത്തിന് അർഹയായത് ആരാണ്?
അനുകുമാരി. ശ്രീപാർവതി ശ്രീരത്ന പുരസ്കാരത്തിന് അർഹയായത് അനുകുമാരി. നെക്സ്റ്റ്, പ്രഥമ പത്മകീർത്തി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഡോക്ടർ നാരായണൻ. ഓർത്തുവയ്ക്കുക, പ്രഥമ പത്മകീർത്തി പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ നാരായണൻ. നെക്സ്റ്റ്, 2025 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി? പ്രൊഫസർ KP ശങ്കരൻ. ഓർത്തുവയ്ക്കുക, 2025 ജ്ഞാനപാന പുരസ്കാരം ലഭിച്ച സാഹിത്യ നിരൂപകനും അധ്യാപകനുമായ വ്യക്തി ആരാണ്? പ്രൊഫസർ KP ശങ്കരൻ. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ന്യൂസിലൻഡിൻ താരമായ അമേലിയ കെർ ആണ്. ഓർത്തുവയ്ക്കുക, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ന്യൂസിലാൻഡിൻ താരമായ അമേലിയ കെർ. നെക്സ്റ്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ താരമായ ജസ്പ്രീത് ബുംറ. ഓർത്തുവയ്ക്കുക, അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ, അതായത് ICCയുടെ 2024 മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് അമേലിയ കെർ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ 2024 മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഇന്ത്യൻ താരമായ ജസ്പ്രീത് ബുംറ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ വ്യക്തിയാണ് ഗ്യാനേഷ് കുമാർ. നെക്സ്റ്റ്, IVFലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. IVFലൂടെ ലോകത്തിൽ ആദ്യമായി കങ്കാരുവിൻ്റെ ഭ്രൂണങ്ങൾ സൃഷ്ടിച്ച രാജ്യമാണ് ഓസ്ട്രേലിയ എന്ന് ഓർക്കുക. നെക്സ്റ്റ്, 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ശക്തികാന്ത ദാസ്. ഓർത്തുവയ്ക്കുക, 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് ശക്തികാന്ത ദാസ്. ഇതിനു മുൻപ് അദ്ദേഹം RBIയുടെ ഗവർണറായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായി. ഇതോടെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ആരൊക്കെയാണ്? ശക്തികാന്ത ദാസ്, അതുപോലെ PK മിശ്ര എന്നിവരാണ്. ഓർത്തുവയ്ക്കുക. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയാണ് ശക്തികാന്ത ദാസ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ഇപ്പോൾ ആരൊക്കെയാണ്? ശക്തികാന്ത ദാസ്, അതുപോലെ PK മിശ്ര എന്നിവരാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് ആരാണ്? രേഖ ഗുപ്ത. ഓർത്തുവയ്ക്കുക, ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആരാണ്? രേഖ ഗുപ്ത. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത എന്നുകൂടി ഓർത്തുവയ്ക്കുക. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത എന്നുകൂടി ഓർത്തുവയ്ക്കുക. അപ്പോൾ ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയും 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയും ആരാണ്? രേഖ ഗുപ്ത. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. ഓർത്തുവയ്ക്കുക, കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ വിജിലൻസ് നടത്തുന്ന ഓപ്പറേഷൻ എന്താണ്? ആ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പ്. നെക്സ്റ്റ്, സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്ത രക്തബാങ്ക് ഏതാണ്? തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ഓർത്തുവയ്ക്കുക, സംസ്ഥാനത്തെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്ത രക്തബാങ്കാണ് തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനമാണ് കേരളം. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം ഏതാണ്? കതിരവൻ. കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളത്തിൻ്റെ പേരാണ് കതിരവൻ. നെക്സ്റ്റ്, 1993-2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യം ഏതാണ്? ഡൊമിനിക്ക. ഓർത്തുവയ്ക്കുക, 1993-2022 കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യമാണ് ഡൊമിനിക്ക. നെക്സ്റ്റ്, സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണം സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കർണാടക. സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് വികേന്ദ്രീകരണ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കർണാടക എന്ന് ഓർക്കുക. നെക്സ്റ്റ്, സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി സമഗ്ര ഗുണമേന്മ പദ്ധതി. ഓർത്തുവയ്ക്കുക, സ്കൂളുകളിൽ അക്കാദമിക മികവും ഗുണനിലവാരവും ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി.
നെക്സ്റ്റ് 38ാമത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് ആരാണ്? സാജൻ പ്രകാശ്. ഓർത്തുവയ്ക്കാം, 38ാമത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് സാജൻ പ്രകാശ്. നെക്സ്റ്റ് 38ാമത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത് ആരാണ്? PS സുഫ്ന ജാസ്മിൻ. PS സുഫ്ന ജാസ്മിൻ. ഓർത്തുവയ്ക്കുക. 38ാമത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് സാജൻ പ്രകാശും ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? PS സുഫ്ന ജാസ്മിൻ. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് ദേശീയ ഗെയിംസിൽ നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിത ആരാണ്? ഹർഷിത ജയറാം. ഓർത്തുവയ്ക്കുക. ദേശീയ ഗെയിംസിൽ നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിതയാണ് ഹർഷിത ജയറാം. അപ്പം 38ാമത്തെ ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് സാജൻ പ്രകാശും ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് PS സുഫ്ന ജാസ്മിൻ. അതുപോലെ നീന്തലിൽ 3 സ്വർണം നേടിയ മലയാളി വനിതയാണ് ഹർഷിത ജയറാം എന്ന് ഓർക്കുക. നെക്സ്റ്റ് 38ാമത്തെ ദേശീയ ഗെയിംസിൽ വനിതാ വോളിബോളിൽ സ്വർണം നേടിയത് ആരാണ്? കേരളമാണ്. ഓർത്തുവയ്ക്കുക. 38ാമത്തെ ദേശീയ ഗെയിംസിൽ വനിതാ വോളിബോളിൽ സ്വർണം നേടിയത് കേരളമാണെന്ന് ഓർക്കുക. നെക്സ്റ്റ് 38ാമത്തെ ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് സർവീസസ്. ഓർത്തുവയ്ക്കുക. 38ാമത്തെ ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സർവീസസ് ആണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കും 3ാം സ്ഥാനം ഹരിയാനയ്ക്കുമാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ സ്ഥാനം കൂടി ഓർത്തുവയ്ക്കുക. കേരളത്തിന് 14ാം സ്ഥാനമാണ്. ഓക്കെ, ഓർത്തുവയ്ക്കുക. അപ്പം 38ാമത്തെ ദേശീയ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സർവീസസ് ആണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ഹരിയാന, കേരളത്തിൻ്റെ സ്ഥാനം 14. ഇതോടൊപ്പം 38ാമത്തെ ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയായിരുന്നു? ഉത്തരാഖണ്ഡ് ആണെന്ന് കൂടി ഓർത്തുവയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യൻ പേര് ഈസ്റ്റ്. ഓർത്തുവയ്ക്കുക. 100 മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 17 മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യൻ്റെ പേരാണ് ഈസ്റ്റ്. ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് 2025 കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട നെൽ കർഷകൻ ആരാണ്? ചെറുവയൽ K രാമൻ. ഓർത്തുവയ്ക്കുക. 2025 കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകി ആദരിക്കപ്പെട്ട നെൽകർഷകനാണ് ചെറുവയൽ K രാമൻ. നെക്സ്റ്റ് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിൻ്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖല വികസനം വരുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. ഓർത്തുവയ്ക്കുക. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിൻ്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖലാ വികസനം വരുന്ന കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. നെക്സ്റ്റ് 2025 ലോക പുസ്തകമേളയുടെ വേദി എവിടെയാണ്? ന്യൂഡൽഹി. 2025 ലോക പുസ്തകമേളയുടെ വേദിയാണ് ന്യൂഡൽഹി. നെക്സ്റ്റ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഓർത്തുവയ്ക്കുക. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ് ആണെന്ന് ഓർത്തുവയ്ക്കുക. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന 2ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്, ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡുമാണെന്ന് ഓർക്കുക. നെക്സ്റ്റ് 2025 ഫെബ്രുവരിയിൽ തമിഴ് കവിയും തത്വചിന്തകനുമായിരുന്ന തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ്. ഓർത്തുവയ്ക്കുക. 2025 ഫെബ്രുവരിയിൽ തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളുവരുടെ പ്രതിമ സ്ഥാപിച്ച രാജ്യമാണ് ഫിലിപ്പീൻസ്. നെക്സ്റ്റ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ്? സിംഗപ്പൂർ. ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് സിംഗപ്പൂർ. ഇന്ത്യയുടെ സ്ഥാനം 80 ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് അയ്യങ്കാളിയുടെ ജീവചരിത്രം പ്രമേയമാവുന്ന കതിരവൻ എന്ന ചിത്രത്തിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് ആരാണ്? സിജു വിൽസൺ ആണ്. ഓർത്തുവയ്ക്കുക. അയ്യങ്കാളിയുടെ ജീവചരിത്രം പ്രമേയമാവുന്ന കതിരവൻ എന്ന ചിത്രത്തിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് ആരാണ്? സിജു വിൽസൺ ആണ്. ഇതിനു മുൻപ് അയ്യങ്കാളിയായി വേഷമിടുന്നത് മമ്മൂട്ടിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ സിജു വിൽസൺ ആണ് ഈ ഒരു സിനിമയിൽ അയ്യങ്കാളിയുടെ കഥാപാത്രമായി അഭിനയിക്കുന്നത്. ഓക്കെ, ഓർത്തുവയ്ക്കുക. അയ്യങ്കാളിയുടെ ജീവചരിത്രം പ്രമേയമാവുന്ന കതിരവൻ എന്ന ചിത്രത്തിൽ അയ്യങ്കാളിയായി വേഷമിടുന്നത് ആരാണ്? സിജു വിൽസൺ ആണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ് ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ ഏതാണ്?
ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഓർത്തുവയ്ക്കുക, ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഈ ഒരു ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ചലച്ചിത്ര നടിയായ മഞ്ജു വാര്യർ ആണെന്ന് ഓർക്കുക. അപ്പോൾ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. അതുപോലെ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ഈ ഒരു ജനകീയ ക്യാമ്പയിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ചലച്ചിത്ര നടിയായ മഞ്ജു വാര്യർ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ സൗന്ദര്യ. ഓർത്തുവയ്ക്കുക, വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന കൺട്രോൾ വകുപ്പ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ സൗന്ദര്യ. നെക്സ്റ്റ്, അപൂർവ രക്തദാതാക്കളുടെ വിവരങ്ങൾ അടങ്ങിയ റയർ ബ്ലഡ് ഡോണർ രജിസ്റ്റർ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഓർത്തുവയ്ക്കുക, അപൂർവ രക്തദാതാക്കളുടെ വിവരങ്ങൾ അടങ്ങിയ റയർ ബ്ലഡ് ഡോണർ രജിസ്റ്റർ പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് ഓർക്കുക. നെക്സ്റ്റ്, ടൈം മാഗസിൻ്റെ വിമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ അതായത് 2025 ഇടം പിടിച്ച ഇന്ത്യക്കാരി ആരാണ്? പൂർണിമ ദേവി ബർമൻ. ഓക്കെ, ടൈം മാഗസിൻ്റെ വിമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരിയാണ് പൂർണിമ ദേവി ബർമൻ. നെക്സ്റ്റ്, കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന PSCയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? പട്ടം, തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണെന്ന് ഓർത്തുവയ്ക്കുക. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന PSCയുടെ ചരിത്ര മ്യൂസിയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയുള്ള കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം പദ്ധതിയുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏതാണ്? വേൾഡ് ബാങ്ക്. ഓർത്തുവയ്ക്കുക, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയുള്ള കേരളത്തിൻ്റെ പദ്ധതി ഏതാണ്? കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ്. ഇതുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ വേൾഡ് ബാങ്ക് ആണെന്നും ഓർക്കുക. ഓക്കെ, കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയുള്ള കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം പദ്ധതിയുമായി സഹകരിക്കുന്ന സ്ഥാപനമാണ് വേൾഡ് ബാങ്ക് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, രാത്രികാലത്തെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൽ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടിയിലാണെന്ന് ഓർക്കുക. രാത്രികാലത്തെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൽ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വരുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടിയിലാണ്. നെക്സ്റ്റ്, ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? പൂനെയിലാണെന്ന് ഓർക്കുക. ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? പൂനെയിലാണ്. എന്നാൽ ഗില്ലൻ ബാരി സിൻഡ്രോം കേരളത്തിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? മൂവാറ്റുപുഴയിലാണ്. ഓക്കെ, ഓർത്തു വയ്ക്കുക. അപ്പോൾ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് പൂനെയിലും കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് മൂവാറ്റുപുഴയിലുമാണെന്ന് ഓർക്കുക. നെക്സ്റ്റ്, വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ IIT കോട്ടയം വികസിപ്പിച്ച ഡ്രോൺ ഏതാണ്? അസ്ത്ര V1. ഓർത്തുവയ്ക്കുക, വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിവാക്കാൻ IIT കോട്ടയം വികസിപ്പിച്ച ഡ്രോണാണ് അസ്ത്ര V1. നെക്സ്റ്റ്, ഫോബ്സ് പുറത്തുവിട്ട 2025 ഏറ്റവും ശക്തരായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം ഏതാണ്? USA. ഓർത്തുവയ്ക്കുക, ഫോബ്സ് പുറത്തുവിട്ട 2025 ഏറ്റവും ശക്തമായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം USA. നെക്സ്റ്റ്, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യ റേഡിയോ സ്റ്റേഷൻ ഏതാണ്? കെയർ FM. ഓർത്തുവയ്ക്കുക, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംസ്ഥാനത്തെ ആദ്യ റേഡിയോ സ്റ്റേഷൻ കെയർ FM. നെക്സ്റ്റ്, എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം ഏതാണ്? നേപ്പാൾ. എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യമാണ് നേപ്പാൾ. ഈ ഒരു പോയിന്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ചാങ് E8 വിക്ഷേപിക്കുന്നത് ഏത് രാജ്യമാണ്? ചൈന. ഓർത്തുവയ്ക്കുക, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ചാങ് E8 വിക്ഷേപിക്കുന്നത് ചൈനയാണ്.
നെക്സ്റ്റ്, ചൈനയുടെ ചാങ് ഇ 8 ദൗത്യത്തിൽ സഹകരിക്കുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാൻ. ഓർത്തുവയ്ക്കുക, ചൈനയുടെ ചാങ് ഇ 8 ദൗത്യത്തിൽ സഹകരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഓക്കെ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ചാങ് ഇ 8 എന്ന ദൗത്യം വിക്ഷേപിക്കുന്നത് ചൈനയാണ്. ഈ ഒരു ദൗത്യത്തിന് ചൈനയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? പാകിസ്ഥാനാണെന്ന് ഓർത്തുവയ്ക്കുക. നെക്സ്റ്റ്, 2025 UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യം ഏതാണ്? അമേരിക്ക. ഓർത്തുവയ്ക്കുക, 2025 UN മനുഷ്യാവകാശ കൗൺസിലിൽ നിന്നും പിന്മാറുന്ന രാജ്യമാണ് അമേരിക്ക. നെക്സ്റ്റ്, ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 2025 ലഭിച്ചത് ആർക്കാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഓർത്തുവയ്ക്കുക, ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം 2025 ലഭിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണെന്ന് ഓർത്തുവയ്ക്കുക.